തിരുവനന്തപുരത്തെ തോന്നക്കലിൽ സംസ്ഥാന സർക്കാർ ഒരു ലൈഫ് സയൻസസ് പാർക്ക് സജ്ജമാക്കിയിരുന്നു. അവിടുത്തെ വൈറോളജി ഗവേഷണ കേന്ദ്രം ആഗോള നിലവാരമുള്ളതാണ്. ഈ ലൈഫ് സയൻസസ് പാർക്കിൽ സെൻറ്റർ ഫോർ മൈക്രോബയോംസ്, സെൻറ്റർ ഫോർ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന മികവിൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു ചങ്ങലയുടെ വിവിധ കണ്ണികൾ എന്ന നിലയിലാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശാസ്ത്രമേഖലയിൽ ഉണ്ടാകുന്ന ഗവേഷണ ഫലങ്ങൾ ആ ശാസ്ത്രമേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഈ ബോധ്യം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള എല്ലാവർക്കും ഉണ്ടാകണം. ബയോടെക്നോളജി മേഖലയിൽ ഉണ്ടാകുന്ന ശാസ്ത്ര ഗവേഷണ ഫലങ്ങളെ ആരോഗ്യരംഗത്തേക്കും അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദന രംഗത്തേക്കുമെല്ലാം എത്തിച്ചുകൊണ്ട് ആ മേഖലകളിലും ഉണർവുണ്ടാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള പരസ്പര പൂരകത്വ സ്വഭാവത്തോടെ പ്രവർത്തിക്കാൻ ശാസ്ത്ര സ്ഥാപനങ്ങളും ഗവേഷകരും ശ്രദ്ധിക്കണം. ഗവേഷണ ഫലങ്ങളെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ ഒരുക്കുകയാണ്. 200 കോടി മുതൽ മുടക്കിലൊരുക്കുന്ന ഇവയിലൂടെ ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി അക്കാദമിക് രംഗവും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഏവരും തയ്യാറാകണം. മികച്ച ശാസ്ത്ര പ്രതിഭകളുണ്ടായാലും പലപ്പോഴും അവരെല്ലാം തന്നെ പുറത്തുപോയി ജോലിയെടുക്കുന്ന അനുഭവം നമുക്കുണ്ട്. ഇവിടെ ഗവേഷണം നടത്തുന്നതിന് ലഭിക്കുന്ന തുകയിലുള്ള പരിമിതി അതിന് ഒരു കാരണമാകാം. ആധുനിക സങ്കേതങ്ങളോട് കൂടുതൽ അടുത്തിടപഴകാനും മികവുറ്റ ശാസ്ത്രജ്ഞരോടൊപ്പം പ്രവർത്തിക്കാനും കഴിയുന്നതുകൊണ്ടുകൂടിയാകാം അവർ അത്തരത്തിൽ പുറത്തേക്ക് പോകുന്നത്. ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈയൊരു സാഹചര്യത്തെ ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. മികച്ച പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് അവാർഡുകളും കേരളം ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുറം രാജ്യങ്ങളിൽ ഉള്ള ശാസ്ത്ര പ്രതിഭകളുടെ സാന്നിധ്യം നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉറപ്പാക്കുന്നുമുണ്ട്. അത്തരം ഇടപെടലുകളെ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം എന്ന നിലക്കുള്ള ചർച്ചകൾ ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി ഉയർന്നു വരണം. നിരന്തരമായ നവീകരണവും ഗവേഷണവുമാണ് ശാസ്ത്രവിജ്ഞാന വികാസത്തിൻ്റെ അടിത്തറ. ഏതെങ്കിലും ഒരു നേട്ടം കൈവരിച്ചു, അതുകൊണ്ട് ഇനി ആ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്നതിനുള്ള ശേഷി പല രോഗാണുക്കളും കൈവരിച്ചതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ പക്കൽ മരുന്നുകളുണ്ടല്ലോ എന്ന ധാരണയോടെ രോഗാണുക്കളുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങൾ നടത്താതിരുന്നാലുള്ള നില എന്താകുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അതുപോലെ ഓരോ മേഖലയിലും എപ്രകാരമാണ് വൈജ്ഞാനിക നവീകരണം നടക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മൈക്രോ ലെവൽ ചർച്ചകൾക്ക് കൂടി ശാസ്ത്ര കോൺഗ്രസ് വേദിയാകേണ്ടതുണ്ട്. ശാസ്ത്രവും സാമൂഹ്യ ഐക്യവും എല്ലാ കാലത്തും യോജിച്ച് സഞ്ചരിച്ചുള്ളവയാണ്. ഏതെല്ലാം രാജ്യങ്ങളിൽ സാമൂഹ്യ ഐക്യം ഛിദ്രമാക്കപ്പെട്ടോ അവിടെയെല്ലാം ശാസ്ത്രത്തിൻ്റെ വളർച്ചയും പിന്നോട്ടടിക്കപ്പെട്ടു എന്ന കാര്യം നാം കാണാതെ പോകരുത്. നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രം തന്നെ ഒരു ഉദാഹരണം. ഒരു കാലത്ത് ശാസ്ത്ര ഗവേഷണത്തിൽ മുന്നിട്ട് നിന്ന ആ രാജ്യം ഇന്ന് ഏതവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. നാസി ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ചരിത്രവും നമുക്കെല്ലാം അറിയാമല്ലോ. ഇതെല്ലാം വെളിവാക്കുന്നത് ശാസ്ത്രവും ശാസ്ത്രാവബോധവും ശാസ്ത്ര പ്രതിഭകളും ഉണ്ടാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് സാമൂഹിക ഐക്യം തന്നെയാണ് എന്നതാണ്. ആ നിലക്ക് സമൂഹത്തെ
പുരോഗമനോന്മുഖമായി മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന ചർച്ചകളാൽ കൂടി ഈ ശാസ്ത്ര കോൺഗ്രസ് സമ്പന്നമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും പുരോഗതിക്കും നിസ്തുലമായ സംഭാവനകൾ നൽകിയ കേരളത്തിൽ നിന്നുള്ള വ്യക്തികളെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായി ചേർന്ന് വർഷം തോറും നൽകുന്ന വിശിഷ്ട അവാർഡാണ് ശാസ്ത്ര പുരസ്കാരം. പ്രമുഖ ശാസ്ത്രജ്ഞരായ പ്രൊഫസർ MS വലിയത്താൻ, പ്രൊഫസർ MS സ്വാമിനാഥൻ, പ്രൊഫസർ അയ്യങ്കാർ, പ്രൊഫസർ താണു പത്മനാഭൻ, ഈ വിശിഷ്ട ശാസ്ത്ര പ്രതിഭകളെയെല്ലാം മുൻവർഷങ്ങളിൽ ഈ പുരസ്കാരം നൽകി നാം ആദരിച്ചിട്ടുണ്ട്. 2023 ശാസ്ത്ര പുരസ്കാരത്തിന് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S സോമനാഥിനെ തിരഞ്ഞെടുത്ത വിവരം സന്തോഷത്തോടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുരസ്കാര ചടങ്ങ് പ്രത്യേകമായി സംഘടിപ്പിച്ച് പുരസ്കാരം നൽകുന്നതുമാണ്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ ശാസ്ത്ര കോൺഗ്രസ് നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.